കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് തുടർന്ന് ഈ രാത്രിയിൽ വായിക്കുകയും ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. റോമാലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ, റോമൻസ് ചാപ്റ്റർ 6, 15-23. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന വിഷയം, 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രസ്താവിക്കുന്നത്. ആ ഒറിജിനൽ ലെറ്ററിൽ ഈ ചാപ്റ്റർ ഡിവിഷൻസ് ഒന്നുമില്ലെങ്കിലും എഴുതി വരുമ്പോൾ അതുവരെ പറഞ്ഞു വന്ന കൃപയാൽ വിശ്വാസത്താൽ ഉള്ളതാകുന്ന ആ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവത്തിൻ്റെ കൃപ എങ്ങനെയാണ് പാപികളുടെ ഏറ്റവും അധികം പാപം പെരുകിയെടുത്ത് where sin increased, grace increased all the more. ഈ കാര്യമൊക്കെ പൗലോസ് പറഞ്ഞു. അപ്പോൾ ന്യായമായിട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്നാൽ തെറ്റാകുന്ന ധാരണ കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംശയം പൗലോസ് അവിടെ അഡ്രസ്സ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ can we keep living in sin? If we are under grace, can we keep living in sin? കൃപയുടെ കീഴിലാണെങ്കിൽ നമുക്ക് പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? പൗലോസ് പറയുന്നു, Paul says no, because grace doesn't free us to sin, but grace frees us from sin. ഈ 6-ാം അധ്യായം പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃപയെന്നുള്ളത് നമുക്ക് പാപം ചെയ്യുവാനുള്ളതാകുന്ന ഒരു പ്രവണതയല്ല നൽകുന്നത്. നേരെ മറിച്ച് കൃപ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയാണ്. കൃപയാണ് പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കൃപയാലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം ഒരുപക്ഷെ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ എങ്ങനെയോ അറിയാതെ ഈ ഒരു പഠിപ്പിക്കലിൽ നിന്ന് ചില വ്യതിചലനങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണം അവിടെ വരെ നമ്മൾ പഠിപ്പിക്കും കൃത്യമായിട്ട്. എന്നാൽ കൃപയാൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ
നമ്മൾ അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ, പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ വായിച്ചു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ്. അപ്പോൾ കൃപയാൽ, വിശ്വാസത്താലുള്ള നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ because of God's grace and by faith. Justification, അത് കൃപയാല. നീതീകരണം, ദൈവം നടത്തുന്നത് നീതീകരണം കൃപയാല, ദൈവത്തിൻ്റെ കൃപ. അത് വിശ്വാസത്താൽ സംഭവിക്കുന്നു. ഇനിയും അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതിന് പൗലോസ് പറയുകയാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഉപദേശത്തിൻ്റെ ചില ഡീവിയേഷൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപകടമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. പ്രധാനമായിട്ട് 3 വ്യതിചലനങ്ങളാണ് ഈ അടിസ്ഥാന ഉപദേശത്തിൽ നിന്നും ഉണ്ടായത്. 3 വ്യതിചലനങ്ങൾ. നമുക്കറിയാം ഈ പാരലൽ ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. പാരലൽ ലൈൻസ് എപ്പോഴും പാരലലായിരിക്കും. അതിനേറ്റവും നല്ല ഒരു ഇലുസ്ട്രേഷനാണ് റെയിൽവേ ലൈനിൽ അവരെപ്പോഴും ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു വർക്കുണ്ട്. അത് ഓരോ സെക്ഷനിലും ഒരു കിലോമീറ്ററും അല്ലെ ഒരു 100 മീറ്ററോ അല്ലെ ഒരു 10 മീറ്ററോ കോംപ്രമൈസ് ചെയ്യത്തില്ല. കാരണം വളരെ ദൂരത്തിൽ പോകുന്ന ഒരു റെയിൽവേ ലൈനിൽ ഒരു മില്ലിമീറ്റർ വ്യത്യാസം ഒരു പോയിന്റിലുണ്ടായാൽ, അത് കറക്റ്റ് ചെയ്യാതിരുന്നാൽ അവിടെ അത് വലിയ പ്രശ്നമില്ല. പക്ഷെങ്കിൽ അത് ദൂരം കൂടുന്തോറും അത് വലിയ ഡിസാസ്റ്ററിലോട്ട് ചെന്ന് ചേരും. ഓക്കെ, അതായത് അല്പം ഒരു വ്യതിചലനം ആ പാരലൽ ലൈൻസ്, ആ റെയിൽവേ ലൈൻ എന്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു? അതാ ട്രെയിൻ ഓടാൻ വേണ്ടിയിട്ടാണ്. 100 കണക്കിന് പേരുടെ ജീവൻ ആണ് ഈ ഒരു ചെറിയ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ റെയിൽവേ ലൈനിന് ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയും വെയിലും ഒക്കെ പതിക്കുന്ന ഇതിന് വ്യത്യാസം ഉണ്ടാകുമെന്നവർക്കറിയാം. അതുകൊണ്ടാണ് എപ്പോഴും കൃത്യമായ ഇൻസ്പെക്ഷൻ ഉണ്ടാകും. അവർക്കൊരു യാർഡ് സ്റ്റിക്ക് ഉണ്ട്, ഒരു അളവുകോലുണ്ട്, അവർക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലാണോ ഈ ലൈൻ പ്രോഗ്രസ് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ആ പോയിന്റ് ഓഫ് ഒറിജിനിൽ കാര്യം ശരിയായതുകൊണ്ട് മുൻപോട്ട് കാര്യം ശരിയാകണമെന്ന് നിർബന്ധമില്ല. ശരിയാകാം. ഇലുസ്ട്രേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും അല്ല ഉദ്ദേശിക്കേണ്ടത്. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ പോയിന്റ് ഓഫ് ഒറിജിൻ എന്താ? കൃപയാൽ, വിശ്വാസത്താൽ. അതാ ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ
അതിൻ്റെ അടുത്ത സ്റ്റെപ്പും കൃപയാൽ വിശ്വാസത്താലാണ്. അത് ഇതിൻ്റെ ഈ വ്യതിചലനം എവിടെയൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. എന്നിട്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമാകുന്നൊരു ധാരണ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് ഈ അടിസ്ഥാനപരമാകുന്ന ബൈ ഫെയ്ത്ത് ആൻഡ് ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേസ്, അതിൽ നിന്നും when it comes to sanctification, where are the aberrations from the biblical teachings? Where are the aberrations? എവിടെയാണ് അതിൽ നിന്നും വ്യതിചലനമുണ്ടാക്കുന്നത്? ഒന്ന്, ഈ ഒരു ചിന്തയാണ്. അതിതാണ്, I have been forgiven and I will go on being forgiven whatever I do, so I can do whatever I wish. അതാ ഒന്നാമത്തെ കാര്യം. ഓക്കെ, കൃപയാൽ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. അത് ഫ്രീ ഗിഫ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് പാപക്ഷമ കിട്ടിക്കഴിഞ്ഞു. I have been forgiven already. So it doesn't matter. Whatever I do, whatever I wish I do, it doesn't matter. Okay? ആ ഒരു കാര്യമാണ് ഒന്നാം വാക്യത്തിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വ്യതിചലനം, അതിനെയാണ് പൗലോസ് ഒന്നാമത്തെ വാക്യത്തിൽ അഡ്രസ് ചെയ്യുന്നത്. കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. ഓക്കെ, രണ്ടാമത്തെ വിഷയം, ഈ വിശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ചില മോറൽ ടീച്ചിങ്സ് ഒക്കെ കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് മോറൽ ടീച്ചിങ്, നല്ലതായിട്ടൊക്കെ ജീവിക്കുക. അത് ചില മോറൽ ടീച്ചിങ് ഒക്കെ കേട്ടാൽ നമുക്ക് തോന്നും ഇത് ഭയങ്കര ബിബ്ലിക്കലാണെന്ന്. പക്ഷെങ്കിൽ അതെത്രത്തോളം ബിബ്ലിക്കലാണ്? അപ്പം നിങ്ങൾ ചിന്തിക്കരുത് വേദപുസ്തകത്തിൽ മോറൽ ടീച്ചിങ്സ് ഇല്ലയോ. ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ചില മോറൽ ടീച്ചിങ്സ് അത് കേവലം എക്സ്റ്റേണലി ഉള്ള കാര്യങ്ങളൊന്നുമല്ല അവർ പറയുന്നത്. ചില ഈ നിങ്ങൾ ഈ എന്താ പറയുന്നത്, ഈ ഹൈന്ദവ സ്വാമിമാരെയും അവരുടെയൊക്കെ ചിലരുടെയൊക്കെ, എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ അവരുടെ ഉപദേശമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോറലായിട്ടുള്ള, ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളാണ്. ധാർമ്മിക ഉപദേശങ്ങൾ ഭയങ്കര ഹൈ വാല്യൂ കൊടുക്കേണ്ട ഉപദേശങ്ങളാണ്. അവർ പലരും പറയുന്നത് കേവലം എക്സ്റ്റേണലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, അവർ പറയുന്നത് അത് നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാ. നോക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ശരിയല്ലേ? നമുക്കും അങ്ങനെ തോന്നും. മോറൽ ടീച്ചിങ്. പക്ഷേ മോറൽ ടീച്ചിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? മനുഷ്യൻ്റെ ബേസിക് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ആ പ്രശ്നം. എന്താ മനുഷ്യൻ്റെ ബേസിക് പ്രോബ്ലം? മനുഷ്യൻ്റെ ബേസിക് പ്രോബ്ലം മനുഷ്യൻ വീണുപോയവനാണ് എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ വീണുപോയവരാണ്. നമ്മുടെ അടിസ്ഥാനപരമാകുന്ന പ്രശ്നം പാപമാണ്. ആ പാപത്തിൽ നിന്നുള്ളതാകുന്ന ഒരു മോചനമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്.
no amount of moral teaching can free us from sin. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് this is where biblical teachings of sanctification differs from the so-called moral teachers. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നേ? മോറൽ ടീച്ചിങ്സ്, ധാർമ്മിക ഉപദേശങ്ങൾ, അത് നല്ലത് തന്നെയാണ്. അത് നല്ല കാര്യം തന്നെയാണ്. ധാർമ്മികമാകുന്ന ഉപദേശങ്ങൾ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഒക്കെ നല്ല കാര്യം. ഓക്കെ, നല്ല കാര്യം. പക്ഷെ പ്രശ്നം എവിടാന്നറിയാമോ? പ്രശ്നം പാപമാണ് പ്രശ്നം. പാപത്തിൻ്റെ പ്രശ്നം ഡീല് ചെയ്യേണ്ടത് പുറമേയുള്ള ധാർമ്മിക ഉപദേശങ്ങൾ കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഫ്രീ ആകാൻ പറ്റുകയില്ല. ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, അപ്പം ഈ മോറൽ ടീച്ചിങ്സ് എല്ലാം നല്ലതാണ്. കാരണം മോറൽ ടീച്ചിങ്സ് എവിടെയാണ് ഫലപ്രദമാകുന്നതെന്നറിയാമോ? മോറൽ ടീച്ചിങ്സ് ഫലപ്രദമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ അവൻ വായിക്കുമ്പോൾ മനസ്സിലാകും, കർത്താവേ ഞാൻ ഇതുപോലെ അല്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? കർത്താവേ, പരിശുദ്ധാത്മാവിനെ ക്രിയ ചെയ്യും, കർത്താവേ ഞാൻ ഇങ്ങനെ അല്ലല്ലോ. ഉദാഹരണത്തിന്, വ്യാജഭാവം വെടിഞ്ഞിട്ട്, ഓക്കെ, നിങ്ങൾ എന്നോടൊപ്പം വരണേ, വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. ഞാൻ ഒന്ന് രണ്ട് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ പറയാൻ പറ്റുന്നതൊക്കെ പറയാം. എല്ലാത്തിനും ഇല്ലുസ്ട്രേഷൻ കിട്ടുകയില്ല, അതല്ലേ കുഴപ്പം. പറ്റുന്നതൊക്കെ പറയാം. പത്രോസിൻ്റെ 1-ാം ലേഖനം ഒന്ന് ശ്രദ്ധിച്ചേ. അതിൻ്റെ 1-ാം അധ്യായം 22 മുതലുള്ള വാക്യം. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന ഈ ഭാഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹം. 22 മുതൽ വായിച്ചേ. എന്നാൽ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ഓക്കെ, ഉപദേശം കൊടുക്കുക. അടുത്തത്, കെടുന്ന ബീജത്താലല്ല. അതിന് കാരണം നിങ്ങൾ ആ ഇംഗ്ലീഷ് പദം ശ്രദ്ധിച്ചു. സിൻസ് യു ഹാവ് ബീൻ ബോൺ അഗെയിൻ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ ആ വാക്യം ഒന്ന് കാണിച്ച് ഇംഗ്ലീഷിൽ. ഓക്കെ, ഹാവിങ് പ്യൂരിഫൈഡ് യുവർ സോൾസ് ബൈ യുവർ ഒബീഡിയൻസ് ടു ദ ട്രൂത്ത്. ദൈവവചനം കേട്ടപ്പം പൗലോസ് അത് ഇവിടെ പറയുന്നുണ്ട്. അതായത് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ച് ഇവിടെ മടങ്ങി വരണം നമുക്ക് പെട്ടെന്ന്. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ അപ്പൊ നിങ്ങളെ നേരത്തെ ആരായിരുന്നു? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. പക്ഷെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഹൃദയപൂർവ്വം അനുസരിച്ചു. ഇതെല്ലാം സാധിക്കുന്നത് വിശ്വാസത്താല. കാരണം 1:5 റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 1:5-6 വാക്യങ്ങളിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. വിശ്വാസത്തിനനുസരണം. അപ്പോൾ വിശ്വാസം എന്നിലേക്ക് വന്നപ്പോൾ ദൈവം എൻ്റെ മൃതമായി കിടന്ന എൻ്റെ ആത്മാവിനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും
മരിച്ച എന്നെ ദൈവം ഉയർപ്പിച്ചപ്പോൾ എനിക്ക് വിശ്വാസം വന്നു. ഞാൻ ആ വിശ്വാസത്താൽ അനുസരിക്കുകയാ. ഓക്കെ, ഇനി നമ്മൾ പത്രോസിന്റെ ലേഖനത്തിലേക്ക് പെട്ടെന്ന് വരിക. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. Since you have been born again, not of perishable seed, but of imperishable, through the living and abiding word of God. അടുത്തത് സകല ജഡവും അതിന്റെ മുകളിലുള്ള അതുകൊണ്ട് സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവം ഉറ്റു സ്നേഹിപ്പീൻ. അപ്പോ ദൈവത്തിൻ്റെ താല്പര്യം ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ താല്പര്യം എന്നോട് പറയുക. എന്നോടിത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുക, എനിക്ക് അങ്ങനൊന്നും പറ്റുന്നില്ല. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ചില മോറൽ ടീച്ചിങ് ഒക്കെ ഞാൻ വേണമെങ്കിൽ അനുസരിക്കാം. ഓക്കെ, മോറലി. പക്ഷേ ഉള്ളിന്ന് പറ്റുകയില്ല. പക്ഷെ ദൈവം നോക്കുന്ന ഏതാണെന്നറിയാമോ? ഉള്ളാ നോക്കുന്നത്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എൻ്റെ കാര്യം അങ്ങ് പറയാം. എല്ലാ ദിവസവും ഇവിടെ, എല്ലാ സൺഡേ ഇവിടെ സ്തോത്രാഴ്ചയുടെ ഇത് വരും. അപ്പം സ്തോത്രാഴ്ചയുടെ ആ ബാസ്ക്കറ്റ് ഇങ്ങോട്ട് വരുമ്പം അത് ഞാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അലക്സിൻ്റെ കയ്യിൽ നിന്ന് ചില്ലറ മേടിച്ച് എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അത് ഞാനെടുത്ത് ഇടും. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടി പറയാം. എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞാൽ മനസ്സിലാവില്ലോ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവം ഞാനങ്ങ് പറയുക. എന്നാൽ അലക്സിനോട് ചില്ലറ മേടിക്കാൻ മറന്നുപോയ ചില ദിവസങ്ങളുണ്ട്. ബാസ്ക്കറ്റ് മുന്നേ വന്നു. എന്നാ ചെയ്യുന്നേ? പോട്ടെ, ചില്ലറ അല്ലാത്ത ഒരെണ്ണം എടുത്തങ്ങ് ഇട്ടു. പക്ഷെ സ്വർഗത്തിലെ കണക്കിലേതായിരിക്കും വരുന്നേ? നിങ്ങൾ പറ. സ്വർഗത്തിലെ കണക്കിൽ ആ ചില്ലറയുടെ കണക്കേ ഉള്ളൂ. പക്ഷെ വലിയൊരു നോട്ടാ ഇട്ടത് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ കണ്ടപ്പം വലിയ നോട്ട്. പക്ഷെങ്കിൽ ഇതാണ് മോറൽ ടീച്ചിങ്. മനസ്സിലായോ? മോറൽ ടീച്ചിങ്ങും ഹൃദയപൂർവം അനുസരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാ. വല്ലതും മനസ്സിലായോ കാര്യം? നമ്മുടെ പ്രശ്നം എന്നാ? നമ്മുടെ പ്രശ്നം പാപമാ. പാപം ഒരു സ്ലൈവ് മാസ്റ്ററിൻ്റെ പോലെ എൻ്റെ തലയിരിക്കുക. എനിക്കാവശ്യം ആ മാസ്റ്ററിൻ്റെ ആ പിടി എന്നിൽ നിന്ന് കുറയണം. ഓക്കെ, അത് കുറയണമെങ്കിൽ എനിക്കറിയത്തില്ല. ഇത് തമ്മിൽ ഉള്ള വ്യത്യാസമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയത്തില്ല. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഏതാണ്ട് വലിയ നോട്ടിട്ടു, എനിക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്നാണ് ഓർത്തേ. മറ്റേത് ഞാൻ സൗകര്യപൂർവ്വം അങ്ങ് മറക്കും. കാരണം നമ്മുടെ എല്ലാവരുടെയും ജഡം അങ്ങനെ. ജഡമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നേരത്തെ ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ജഡമെന്ന് പറഞ്ഞാൽ ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ല. ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡിനെ ജഡമെന്ന ഘടകം ഉപയോഗിക്കും. ഓക്കെ, ജഡം അതിനേക്കാളും വളരെ നമുക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷേ അതിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പലപ്പോഴും വേദപുസ്തകത്തിൽ ഈ ജഡത്തെ ശരീര അവയവങ്ങളുമായിട്ട്
ചേർത്ത് പറഞ്ഞേക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേക്കുക. പ്രിയപ്പെട്ടവരെ, വാട്ട് ഈസ് ദർ? ഹൃദയപൂർവം സ്നേഹിപ്പീൻ. അതാ വിശുദ്ധീകരണമെന്ന് എന്നോട് പുസ്തകം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിനാണ് പുസ്തകത്തിൽ ഈ ഉപദേശം. മനസ്സിലായോ? ഇതും ശ്രീ രവിശങ്കർ പറയുന്നതും ഒന്നല്ല, രണ്ടാ. വല്ലതും പിടികിട്ടിയോ? മോറൽ ടീച്ചിങ് അല്ല വിശുദ്ധീകരണം. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കൃപയാൽ വിശ്വാസത്താൽ ഉള്ള നീതീകരണത്തിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഡീവിയേറ്റ് ചെയ്യുകയാണ്. വിശുദ്ധീകരണത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സെക്കൻഡ് ഡീവിയേഷൻ മൊറാലിറ്റി, ധാർമ്മികത. അപ്പോൾ ധാർമ്മികതയില്ല, ധാർമ്മികത ഉണ്ടല്ലോ, പക്ഷെ അതല്ല വിഷയം. മനുഷ്യൻ പുറമേ കാണുന്ന ആ ധാർമ്മികതയല്ല ഇവിടുത്തെ വിഷയം. ഡീപ്പ് വിതിൻ, വാട്ട് ഈസ് നോട്ട് സീൻ. യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ്, രഹസ്യത്തിൽ, ഡീപ്പ് വിത്തിൻ. ഇനിയും അതിൻ്റെ ഒരു മനോഹരമാകുന്ന ഇല്ലുസ്ട്രേഷൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പുസ്തകത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. സത്യത്തിൽ ഇത് ഞാൻ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ വേറൊരു സെർമണിന് വേണ്ടി ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നതാണ്. പക്ഷേ അബദ്ധത്തിന് ഞാനിപ്പോൾ അങ്ങ് പറയുക. നിങ്ങളാരും പറയല്ലേ ഇത് നേരത്തെ പറഞ്ഞതാണെന്ന്. ഓക്കെ, ഹോശേയയുടെ പുസ്തകത്തിലേക്ക് ട്രൂ റിപ്പൻറ്റൻസ് സംഭവിക്കുമ്പോൾ എന്താ, ഞാൻ ഒത്തിരി കാലം മുമ്പ് വായിച്ചത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുക. ഹോശേയയുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പോൾ പിന്മാറ്റത്തെ ഞാൻ, ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവ് അവിടെ. ഈ ഹോശേയയുടെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൈവത്തിൻ്റെ കൃപയുടെ ആ ജനത്തോടുള്ള ദൈവകൃപയുടെ എന്താ പറയുന്നത്, അതിൻ്റെ ആ തള്ളലാണ് ഹോശേയയുടെ ആ ചിത്രത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ആ ഇല്ലുസ്ട്രേഷൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണെന്ന് നിങ്ങൾ അതിൻ്റെ 1-ാം അധ്യായം തൊട്ട് വായിച്ചു നോക്കണം. ഹൗ ഗോഡ് ക്യാൻ ലവ് സച്ച് എ പേഴ്സൺ. ഹോശേയയുടെ വൈഫുമായിട്ടുള്ള ആ വിഷയം നിങ്ങൾക്കറിയാതെ, യു നോ ദാറ്റ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് കർത്താവ് പറയുക, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്നിട്ട് എന്റെ കോപം അവരെ വിട്ടു മാറിയിരിക്കുകയാൽ. അപ്പൊ മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു കഴിയുമ്പോൾ കർത്താവിനെ അന്വേഷിക്കുക. അങ്ങനെ വന്ന് കോപം അവരെ വിട്ടു മാറിയിക്കാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഐ ലവ് ദം ഫ്രീലി. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നു. ഈ ഒരു സിമിലി ഉണ്ടല്ലോ, ഇതെനിക്ക് എത്ര ചിന്തിച്ച് പിടികിട്ടുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഐ വിൽ ബി like the dew to Israel, he shall blossom like the lily. താമര പോലെ എന്ന് പറയുമ്പോൾ ലോട്ടസ് അല്ല കേട്ടോ, ലോട്ടസ് അല്ല. താമര എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ താമര എന്ന് പറഞ്ഞതേ ഉള്ളൂ. ലില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, താഴ്വരകളിൽ വളരുന്ന മനോഹരമാകുന്ന പൂവ്. വളരെ ഫ്രെയിലാണ്, വളരെ ഫ്രെയിലായിട്ടുള്ള, വളരെ അല്ലേ, അതാ എൻ്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലാക്കിയത്. നിങ്ങളെന്നെ കറക്റ്റ് ചെയ്യണം. ലില്ലി വളരെ മനോഹരമാകുന്ന പുഷ്പം, പക്ഷേ വളരെ ഫ്രെയിലായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പുഷ്പങ്ങളാണ്.
വളരെ ചെറുതാണ്, പക്ഷേ അത് ഒരുമിച്ച് നിൽക്കുന്നുണ്ട്, വളരെ മനോഹരമാണ്. ഹോശേയ പറയുകയാണ്, യഹോവയാകുന്ന ദൈവത്തിൻ്റെ ആ കൃപ വന്നു കഴിയുമ്പോൾ ജീവിതം അങ്ങ് ബ്ലോസം ചെയ്യുക, അത് വളരെ മനോഹരമായി തീരുകയാണ്. പക്ഷെങ്കിൽ although it appears so beautiful, but that is the seen part of life, but what is not seen, അത് അടുത്തത്. He shall take root like the trees of Lebanon. Trees of Lebanon എന്ന് പറഞ്ഞാൽ അറിയാമോ? ലെബനോനിലെ വൃക്ഷം പോലെ വളരും, വേരൂന്നും. ലെബനോനിലെ വൃക്ഷം ഏതായി ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? ദേവദാരുക്കൾ. ദേവദാരുവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ആഴത്തിലോട്ടത് പോകും. വലിയ വൃക്ഷമാണ്, ആഴത്തിലോട്ട് പോകും. പക്ഷെ ഇവിടെ നോക്കിക്കേ, പുറമേ കാണുന്നത് മനോഹരമാകുന്ന ഒരു കാഴ്ച. പക്ഷേ കാണാൻ കഴിയാത്തതെന്താ? ഡീപ്പ് റൂട്ടഡാ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇതാണ് ക്രിസ്ത്യൻ സാങ്ക്ടിഫിക്കേഷൻ. ഡീപ്പ് റൂട്ടഡാണ് സാങ്ക്ടിഫിക്കേഷൻ. ആ സാങ്ക്ടിഫിക്കേഷൻ്റെ പുറമേയുള്ള ആ പ്രദർശനം എന്നാ? ഇറ്റ് ഈസ് സോ ഗ്രേസ്ഫുൾ. അതിൻ്റെ അർത്ഥം എല്ലാം അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. The most holiest person who ever walked on the face of the earth is Jesus. He was the most compassionate. He was the most inviting. Why do I say that? ജീസസിൻ്റെ പ്രസൻസിൽ കുഞ്ഞുങ്ങൾ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. സോ അവിടുന്ന് കർത്താവിനെ കണ്ടാൽ ഹി വാസ് സോ ഇൻവൈറ്റിംഗ്. കാരണം കർത്താവിനെ തൊടാൻ പിന്നെ മനുഷ്യരെന്തായിരുന്നറിയാമോ? എന്താ വായിക്കും നമ്മൾ? തിക്കി തിരക്കുകായിരുന്നല്ലേ? കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടണം. കർത്താവ് എങ്ങനെയായിരുന്നു? ആക്സസബിൾ ആയിരുന്നു. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞ ഒരു പ്രസംഗൻ, പുള്ളിയാൾ പറഞ്ഞു, ഞാനങ്ങ് അമ്പരന്ന് പോയി. പിന്നെ മീറ്റിങ് 6 മണിക്ക് അദ്ദേഹത്തെ അവിടെ ഒരു വീട്ടിൽ വെച്ചേക്കുക, കാപ്പിയും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത്. ഞാൻ പറഞ്ഞു, അയ്യോ സമയമായി, പോണ്ടേ. പേഴ്സണലി എന്നോട് ഷെയർ ചെയ്ത് അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്. അദ്ദേഹം ദൈവവചനം സംശുദ്ധമായി പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഈ ഒരു ട്രിക്ക് അന്ന്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയും, എൻ്റെ പൊന്നെ സമയമായി, പോകണ്ടേ. അപ്പോൾ പക്ഷേ നിൽക്ക്. അവസാനം 7:30 5 മിനിറ്റ് ഉള്ളപ്പോൾ കാറെ കൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ അവിടെ ഓടിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ അവിടത്തോട്ട് നിർത്തിവെച്ച് കാറ് ഡോർ തുറന്നു കയറിക്കോളാം. അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്താ ഇത്? പിന്നെ അദ്ദേഹം മനസ്സിലായി ഇതൊരു ട്രെൻഡായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ്. വലിയ ആൾക്കാരൊക്കെ താമസിച്ചേ വരത്തുള്ളൂ. അവർ പിന്നെ ഇങ്ങനെ നടുക്കൂടി ഇങ്ങനെ കയറി വരും. ഞാൻ ഒരു സഭായോഗത്തിൽ ഒരു സൺഡേ മീറ്റിങ്ങിൽ വിറ്റ്നസ് ചെയ്ത് എനിക്ക് എന്തെന്നില്ലാത്ത ദുഃഖമോ കരച്ചിലോ ഒക്കെ തോന്നിപ്പോയി. അവിടെ എഴുന്നേറ്റ് നിന്നും എല്ലാവരും ഇങ്ങനെ കൈകളൊക്കെ മുകളിലോട്ട് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരാൾ അതും സൈഡിൽ കൂടെ കാണും, ഒക്കെ താമസിച്ചു പോയ ഒതുക്കത്തിൽ കയറി വന്ന് പുറയിലെങ്ങാനും ഇരിക്കേ. ഇതങ്ങനല്ല, നടുക്കൂടെ വലിയ നെഹ്റു കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരിക. കയ്യിലൊന്നുമില്ല, കയ്യിൽ പുസ്തകമേ ഇല്ല, പുസ്തകം കയ്യിലില്ല. അപ്പം ഞാനോർത്തു, ഇതെന്നോ കളിയപ്പാ, വേദപുസ്തകം ഇല്ലാതെ
കയറി വന്ന് ആ പ്രധാനപ്പെട്ട സീറ്റിൽ ഇരുന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ബാഗും കൊണ്ടുവരുന്നു. അതുപോലെ വന്നു, ഗ്ലാസ് എടുത്തു. ഓക്കെ, സുഖമില്ലാത്ത ഒരാളാണ്, അതൊക്കെ ചെയ്തോ? പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഹി വാസ് ഓൾവേസ് ഇൻവൈറ്റിംഗ്. പക്ഷെങ്കിൽ the most holiest person who ever walked on the face of the earth, he was always inviting. He was always compassionate. Compassionate അല്ലായിരുന്നോ? ഒരു വിധവയുടെ കരച്ചിൽ കണ്ടപ്പം നിന്നേച്ച് യഹൂദ റബ്ബിമാര് ചിന്തിക്കാത്തൊരു കാര്യം കർത്താവ് ചെയ്തു. ശവമഞ്ചലെ കർത്താവ് തൊട്ടു. കാരണം യഹൂദൻ്റെ റൂൾ അനുസരിച്ച് ശവത്തെ തൊടുന്നവൻ അശുദ്ധന, പ്രത്യേകിച്ച് ഒരു റബ്ബി. ദ മോസ്റ്റ് കമ്പാഷനേറ്റ്. പക്ഷെ ആ കർത്താവ് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ടപ്പോൾ എന്തോ പറഞ്ഞെന്നറിയാമോ? കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. പരീശന്മാരെ കണ്ടപ്പോൾ വെള്ള തേച്ച ശവക്കല്ലറയെ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഹി വാസ് സോ അപ്രോച്ചബിൾ, സോ കമ്പാഷനേറ്റ്, സോ ഡൗൺ ടു എർത്ത്. The most holiest person. The most holiest person. ഞാൻ പറഞ്ഞതിന് താല്പര്യം, there is a secret history deep inside. ഹൃദയപൂർവം നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സ്നേഹിപ്പീൻ. എങ്ങനെയാ കഴിയുന്നേ? മോറൽ ടീച്ചിങ് കൊണ്ട് വല്ലതും പറ്റുമോ? പറ്റുകയില്ലെന്നേ. ഹൃദയത്തിൽ നിന്ന് ഇത് നടക്കണമെങ്കിൽ ഇത് പറ്റുകയില്ല. ഇവിടെയാണ് നമ്മൾ ഈ റോമാലേഖനത്തിൻ്റെ അതിൻ്റെ ആ ജ്യൂസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം ഇത് മനസ്സിലാകാത്തൊരു പോർഷൻ പോലൊക്കെ തോന്നുമെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങൾക്കത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. ഓക്കെ, വേറൊരു ഡീവിയേഷൻ ആ മോറലിസം. അതല്ലാതെ മറ്റൊന്നുണ്ട്, അത് ലീഗലിസമാണ്. ലീഗലിസത്തിൻ്റെ മലയാളം പദം ഞാൻ നിയമവാദം ഇല്ലേ? നിയമവാദം. വിശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വേറൊരു കാര്യമാണ് നിയമവാദം. നിയമവാദം എന്താ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യുക, ഇന്നതൊക്കെ ചെയ്യുക. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുക. വെള്ളയിട്ട് വരിക എന്നിങ്ങോട്ട് കറുപ്പും ഇട്ട് വരാനല്ല പറഞ്ഞത്. റിവീലിംഗ് ഡ്രസ്സ് ഇട്ട് വന്നാൽ കുഴപ്പമില്ലെന്നും അല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കണം. പലരും ചിന്തിക്കുന്നത്, എല്ലാവരും ഇല്ല, സൺഡേയിലും പറയാം, കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ടല്ലോ. ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകുമോ? അത് പോവുകയല്ലോ. പിന്നെന്തിനാ സഭായോഗത്തിന് ഇട്ടുകൊണ്ട് വരുന്നത്? ഓക്കെ, അത് പോട്ടെ. ലീഗലിസം എന്ന് പറഞ്ഞാൽ ഓക്കെ, വെള്ളയിട്ടാൽ, പിന്നെ മീശ വടിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യം. ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഇതിൻ്റെ വലിയ പ്രശ്നം, നമ്മുടെ ജഡത്തിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ? ഈ പറഞ്ഞ സോക്കോൾഡ് വിശുദ്ധിയുടെ ഉപദേശം. സോക്കോൾഡ് വിശുദ്ധിയുടെ ഉപദേശം. വിശുദ്ധിയുടെ ഉപദേശമല്ല. വിശുദ്ധിയുടെ ഉപദേശം ഒരിക്കലും ജഡം ഇഷ്ടപ്പെടുകയില്ല. എന്നിലെ ജഡം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ട്രൂ ടീച്ചിങ് ഓഫ് ഹോളിനെസ്. അതൊരിക്കലും എൻ്റെ ജഡം സമ്മതിക്കുകയില്ല എന്നോട്. ഭയങ്കര പോരാട്ടമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ
വിട്ടകലാൻ. അപ്പം ഈ ജഡം എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആത്മാവിനോടാണ് പോരാടുന്നത്. പുറമേയുള്ള പോരാട്ടമൊന്നുമല്ല. പുറമേ എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാം, ഒരുപാട് നല്ല കാര്യം നല്ലതായിട്ട് എന്നെ തന്നെ ക്യാരി ഓൺ ചെയ്യാം. അപ്പം എൻ്റെ ജഡം എനിക്കൊരു കോൺഫിഡൻസ് തരും. ഓക്കെ, ഞാൻ ഓൾ റൈറ്റ്, ഞാൻ മറ്റു പലരെക്കാളിലും ബെറ്ററാണ്, ഞാൻ മറ്റു പലരെക്കാളിലും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മറ്റു പലരെക്കാളിലും ഉപവസിക്കുന്നുണ്ട്, അല്ലെ ദൈവവചനം വായിക്കുന്നുണ്ട്, മറ്റ് പലരും ചെയ്യുന്ന പല പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഓൾ റൈറ്റാണ്. സത്യത്തെ എന്നാണെന്നറിയാമോ? അത് ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയൊന്നും അല്ലത്, ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് അത്. പക്ഷെ തിരിച്ചറിയുന്നില്ല, ഭയങ്കര അപകടമാണ് അത്. ഇവിടെയാണ് പോള് പറയുന്നത്, സി, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് റിലേഷൻഷിപ്പ്, ഹൗ യു ആർ റിലേറ്റഡ് ടു ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ബന്ധമെന്താ? അതാ പൗലോസ് ഇവിടെ പറയുന്നത്. ആ ബന്ധത്തിലേക്ക് ഞാൻ വരുമ്പോൾ, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. അപ്പം കൃപയുടെ അധീനതയിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണത്തിന് എൻ്റെ മേൽ യാതൊരു ഹോൾഡുമില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, നമ്മൾ ലോലെസ്നെസ്സിനെ കുറിച്ചല്ല പറയുന്നത്, നിയമരാഹിത്യത്തെക്കുറിച്ചല്ല പറയുന്നത്. നേരെ മറിച്ച് കൃപ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? കൃപ നാം മനസ്സിലാക്കണം. എവ്രി ലൈഫ് ഹാസ് എ മാസ്റ്റർ. എവ്രി ലൈഫ് ഹാസ് എ മാസ്റ്റർ. എയ്തർ ഇറ്റ് ഈസ് സിൻ ഓർ റൈച്ചസ്നെസ്. രണ്ടിലൊന്ന് എല്ലാ ജീവിതത്തിലും ഉണ്ട്. രണ്ട്, ഗ്രേസ്. വാട്ട് ഡസ് ഗ്രേസ് ഡു? ഗ്രേസ് ചേഞ്ചസ് അവർ മാസ്റ്റർ. നേരത്തെ എൻ്റെ മാസ്റ്റർ പാപമായിരുന്നു, പാപത്തിനായിരുന്നു ഞാൻ അടിമപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പം ഞാൻ ക്രിസ്തുവിന് അടിമപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ പാപവുമായിട്ടുള്ള എൻ്റെ നേരത്തെ ഉള്ള റിലേഷൻഷിപ്പ് തീർന്ന ശേഷം ക്രിസ്തു എന്ന ഒരു മാസ്റ്ററുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഉടമയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ അങ്ങ് വന്നു. ഈ രണ്ട് മാസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധം, ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈനാണ് പറയുന്നത്. ആ രണ്ട് ഔട്ട്കം ഉണ്ടാക്കും. ഒന്നെന്താ? പാപവുമായിട്ടുള്ള എൻ്റെ അടിമത്വം മരണം ഉണ്ടാക്കുന്നെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ അടിമത്വം എന്ന് പറയുന്നത് പൗലോസ് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം പറയുന്നതെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക, അടിമത്വം എന്നൊക്കെ, അതാ പൗലോസിൻ്റെ ഭാഷ അവിടെ. അടിമത്വം എന്നൊക്കെ പറയുമ്പം ആദ്യം നമുക്കൊരു നെഗറ്റീവ് ചിന്തയാണ് വരുന്നത്. അടിമ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ്, പ്രത്യേകിച്ച് പോൾ എഴുതുന്ന ആ സാഹചര്യത്തിൽ ഇന്നുള്ളതിനേക്കാളും അടിമത്വം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പൗലോ പറയാ, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല, അതാ നമ്മുടെ ബലഹീനത. അതുകൊണ്ട് ഞാൻ മാനുഷിക രീതിയിൽ മനുഷ്യൻ്റെ ഒരു ഉദാഹരണം എടുത്തിട്ട് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. പാപവുമായിട്ടുള്ള എൻ്റെ ബന്ധം മാറിയിട്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വന്നപ്പോൾ, പാപം എന്ന യജമാനനിൽ നിന്ന് ഞാൻ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ, ക്രിസ്തു എന്ന യജമാനൻ്റെ കീഴിലോട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ, രണ്ട് ബന്ധങ്ങളുടെയും ഔട്ട്കം, the two outcomes of the two different relationships are different. ഒന്ന് ഡെത്ത്, മരണം. മറ്റേതെന്താണെന്നറിയാമോ? നിത്യജീവൻ. ഓക്കെ,
പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എവ്രി ലൈഫ് ഹാസ് എ മാസ്റ്റർ. നമ്മളെ മാസ്റ്റർ ചെയ്യുന്ന പലതുണ്ട്. നമ്മൾ ഭയങ്കര ജാഗരൂകരായിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം അങ്ങ് പറയാം, പിന്നെ എൻ്റെ ഉദാഹരണം അങ്ങ് പറയട്ടെ. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു കാര്യം, ഈ ഒരു ഗാഡ്ജറ്റ് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ നമ്മുടെ കൈ വന്നിട്ട്. ഓക്കെ, നല്ലത് തന്നെയാണ്, നല്ലതായിട്ട് ഉപയോഗിച്ചാൽ നല്ലതാണ്. പക്ഷെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് രാവിലെ ഞാൻ ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയിരുന്നപ്പോൾ പെട്ടെന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. മിനിഞ്ഞാന്ന് പറഞ്ഞ ഒരു കാര്യം, അല്ലെ ഒരയച്ച മെയിൽ, അതിൻ്റെ മറുപടി എന്നോ, ലെറ്റ് മീ സീ ദാറ്റ്. അത് ചെക്ക് ചെയ്തു. അപ്പോൾ മറുപടി വന്നിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം ചിന്തിച്ചു. അപ്പോൾ അത് അടുത്തത് എന്താ ചെയ്യണ്ടേ? ഇന്നതാ ചെയ്യണ്ടേ, അത് ചെയ്തു. ഇത് ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ അറിയാതെ തന്നെ ഈ സാധനം എന്നെ അടിമയാക്കി. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെയാണ് പറ്റുന്നത്. ജസ്റ്റ് ഫോർ എ മിനിറ്റ് ലെറ്റ് മീ ചെക്ക് ഫോൺ. പഠിക്കാനിരുന്നതായിരിക്കും, പക്ഷെങ്കിൽ അത് അറിയാതെ നമ്മളെ എന്ത് ചെയ്യുകയാണ്? നമ്മളെ മാസ്റ്റർ ചെയ്യുകയാണ്. സോ എല്ലാ ജീവിതത്തിലും either for good or bad there is a slave master over us. പോൾ പറയുക, പാപം ഭയങ്കര ഡേഞ്ചറസാണ്. നിങ്ങൾ മുമ്പേ ആരായിരുന്നെന്നോർത്തേ, ഇപ്പം നിങ്ങൾ ആരുടെ കീഴിലാണെന്നോർക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പോൾ പറയുന്ന ഈ കൃപയുടെ ഡിസിപ്ലിൻ എന്താ? കൃപയുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. എപ്പോഴും ഈ നല്ല ഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊരു തൈ നട്ടാൽ, നല്ല ഫലം കിട്ടാൻ വേണ്ടി ഭയങ്കര അധ്വാനം ആവശ്യമാണ്. കാരണം ഒരു തൈ നടുമ്പം അതിൽ മുളച്ചു വരുന്ന, അതിൻ്റെ ചുറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ട ആ വളമെല്ലാം എടുക്കാൻ പാകത്തിന് വരുന്ന ഒരുപാട് കിളിച്ചു വരുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. 2 അല്ലെ 3 ദിവസം അങ്ങനെ അങ്ങ് വിട്ടേ, 4-ാം ദിവസം അത് അല്പം ഒന്ന് പൊങ്ങും. അത് കഴിഞ്ഞ് ഇതങ്ങ് പൊങ്ങും. നമ്മൾ നട്ട ആ വൃക്ഷത്തിൻ്റെ തൈയെ മൂടി അതങ്ങ് വളരും. പിന്നെ ഇതിനെ അത് ഞെരുക്കാൻ തുടങ്ങും. ഫലമെന്താ? എന്തിനു വേണ്ടി നമ്മൾ ആ നല്ല തൈ തട്ടോ അതിൻ്റെ ഫലം ഇല്ലാതാകുന്നു. എന്നാൽ അതൊന്ന് ടെൻഡ് ചെയ്തേ, ആ കളയൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ്, കള ഉണ്ടായിക്കൊണ്ടേയിരിക്കും. A.W. ടോസർ എഴുതിയ ഒരു മനോഹരമാകുന്ന ആർട്ടിക്കിളുണ്ട്, ദ ഹങ്കർ ഓഫ് വിൽഡർനെസ് എന്ന് പറഞ്ഞ ഒരു കൊച്ചസയാ. നെറ്റിലൊക്കെ കിട്ടും, വായിച്ചു നോക്ക്, വളരെ മനോഹരമാണ്. ഹങ്കർ ഓഫ് വിൽഡർനെസ് എന്ന അതിൻ്റെ പേര് തന്നെ. A.W. ടോസർ എന്നിട്ടാണ്, നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാ, ഏതൊരു ഫാർമറും മനസ്സിലാക്കുന്നൊരു സത്യത. ഇതാണ് കൃപ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൃപ സത്യത്തിൽ ഇത് ചെയ്യുന്നത് എന്താ? കൃപ ഇങ്ങനെയുള്ള വീഡ്സിനെ എല്ലാം എന്നിൽ നിന്ന് നീക്കുകയാണ്. ഞാൻ കൃപയ്ക്ക് അനുസരണത്തിന് ദാസനായിട്ട് എന്നെ സമർപ്പിക്കുമ്പം ഈ കൃപ എന്നിൽ നിന്ന് ഈ വീഡ്സ് എല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാറ്റുമ്പോൾ എന്തുണ്ടാകും? ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ഞാൻ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് പോയില്ല, എനിക്കറിയാം. ഓക്കെ, ഞാൻ അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും. ഇപ്പൊ ഞാൻ ആരുടെ ദാസന്മാരായിരിക്കുക? ദൈവത്തിന്റെ ദാസൻ. എനിക്ക് ഈ ദൈവത്തിന്റെ ദാസനായിരിക്കുക എന്നുള്ളത് മറ്റേ അടിമത്വം പോലെ അല്ല.
ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞ അടിമത്വം എന്ന പദം പോള് പറഞ്ഞേച്ച് ഞാൻ നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണേ എന്നവിടെ പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. അടിമത്വം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഭയങ്കര അങ്ങനല്ല. നിങ്ങൾ ദൈവത്തിന് ദാസന്മാരായി, ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് സ്ലൈവറി, സോ ടു സ്പീക്ക്, എക്സ്ചേഞ്ച് ഓഫ് സ്ലൈവറി. സ്ലൈവറി അല്ലത്, ഒരർത്ഥത്തിൽ സ്ലൈവറിയാ. പക്ഷേ ഈ സ്ലൈവറി എന്ന് പറയുന്നത് ദ മോസ്റ്റ് എന്താ പറയുന്നത്, ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ലൈവറിയാ. അതെന്താ? പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുകയാണ്. കാരണം കർത്താവ്, ക്രിസ്തുവാണ് എന്നെ എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രനാക്കുന്നത്. സ്വതന്ത്രനായി തീരുകയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഗ്രഡ്ജിങ്ങിലി, സന്തോഷമില്ലാതെ ചെയ്യുന്നൊരു കാര്യമല്ല. പലപ്പോഴും ഈ ലീഗലിസം പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം ചിന്തിക്കുന്നത് എന്നറിയാമോ? ഇത് ഭയങ്കര പ്രയാസമാണ്. ലീഗലിസം മാറ്റിയിട്ട് പുസ്തകത്തിൻ്റെ ഉപദേശം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ദിസ് ഈസ് മോർ ദാൻ ദാറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ ഇലുസ്ട്രേഷൻ മറക്കരുത്. നീ ലെബാനോനിലെ വൃക്ഷം പോലെ താഴോട്ടിറങ്ങും. അത്ര ആഴത്തിൽ നീ ഇറങ്ങുമ്പോൾ മുകളിൽ എന്താ? താമര പോലെ വളരെ മനോഹരമായിട്ട് നീ ശോഭിക്കുക. അതാ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഗ്രഡ്ജിങ്ങിലി ഒബേ ചെയ്യുന്ന, എങ്ങനേലും വല്ല വിധേനെ അങ്ങ് ചെയ്തങ്ങ് കുഞ്ഞുങ്ങളെ, അങ്ങനല്ല വിശുദ്ധ ജീവിതം. ലീഗലിസം പ്രസംഗിക്കപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അങ്ങനല്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി സച്ച് എ വണ്ടർഫുൾ റിലേഷൻഷിപ്പ്. കാരണം ഹോശേയയുടെ പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. ഹൗ യാഹ്വേ ലവ്സ് ഹിസ് പീപ്പിൾ. ആ ലവ് റിലേഷൻഷിപ്പ്, അവർ റിലേഷൻ ചേഞ്ചസ് ഡ്രാസ്റ്റിക്കലി. ഇതാ വിശുദ്ധ ജീവിതം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൽ 23-ാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ, അപ്പൊ പാപത്തിന് കിട്ടുന്നത് എന്താ? വെയ്ജാ കിട്ടുന്നത് അല്ലേ? വെയ്ജ് എപ്പോഴാണ് കിട്ടുന്നത്? ശമ്പളം കിട്ടുന്നത് എപ്പോഴാണ് കിട്ടുന്നത്? ജോലി ചെയ്ത് കഴിയുമ്പം. എന്ന് പറഞ്ഞാൽ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമാണ്. അതേസമയം ദൈവത്തിന്റെ കൃപാവരമോ ഗിഫ്റ്റ്, കൃപാവരം, ഗിഫ്റ്റ്, അതെങ്ങനെ കിട്ടുന്നത്? ഫ്രീയാ. കൃപാവരം. ആ കൃപാവരം എങ്ങനെയാണ്? അടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ റിലേഷൻ, ആഴത്തിൽ ആ ബന്ധം സ്ഥാപിക്കപ്പെടുക. ക്രിസ്തുവിൽ നിത്യജീവൻ, ലൈഫ്, അബണ്ടന്റ് ലൈഫ്. യേശു പറഞ്ഞത് ഓർക്കണം. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നത്. ജീവൻ. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് നിത്യജീവനാകുന്നു. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ, പുത്രനുള്ളവൻ നിത്യജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനെ കാണുകയില്ല. ജീവൻ, അബണ്ടന്റ് ലൈഫ്, അബണ്ടന്റ് ലൈഫ്. It is not grudging life. It is not such a burdensome life. It is not legalistic life. But grace has some loving constraints that is deep within, not external, not merely external. കേവലം പുറമേ ഉള്ളതല്ല. എൻ്റെ വാക്ക് ഞാൻ വളരെ സൂക്ഷിച്ചു. കാരണം ഇനിയും നമ്മളെ കുഞ്ഞുങ്ങളൊന്നും ചിന്തിക്കരുത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പുറമേ ഉള്ളതിനൊന്നും അതല്ല ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ സെഡ്. അതല്ല ഞാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് മോർ ദാൻ എക്സ്റ്റേണൽ. അതാ എൻ്റെ അർത്ഥം. മോർ ദാൻ ദാറ്റ്.
പുറമേ ഉള്ളതിനേക്കാളും പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലൈഫാണ് കൃപയാൽ വിശ്വാസത്താലുള്ള വിശുദ്ധ ജീവിതം. ആ ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ മുഴുവനായിട്ടും, പ്രത്യേകിച്ച് അതിൻ്റെ 2-ാമത്തെ പാർട്ടിൽ ഈ 2 പദങ്ങൾ ആവർത്തിച്ച് കാണുന്നു. ഒന്നുകിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അടിമത്വം. ഇന്ന് പലരും ചിന്തിക്കുന്നത് സത്യത്തിൽ ഈ അടിമത്വം ആ സ്വാതന്ത്ര്യമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ വഴിക്ക് പോവും, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും. പക്ഷെങ്കിൽ അതല്ല സ്വാതന്ത്ര്യം. അതിനേക്കാളും വലിയ സ്വാതന്ത്ര്യം പുറമേ ഒരു മിനിറ്റ് കൊണ്ട് ഞാനൊരു സ്റ്റോറിയൂടെ പറയാം. ഞാൻ വായിച്ച ഒരു സ്റ്റോറി, ഒരു ചാപ്ലൈനെ കുറിച്ച്, ചാപ്ലൈൻ്റെ ഒരു അനുഭവം. ജയിലിലെ ചാപ്ലൈൻ ഈ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ ഈ ചാപ്ലൈൻസ് ഉണ്ട്. ഇന്ത്യയിലും കേരളത്തിലൊക്കെ, ഇന്ത്യയിൽ എല്ലായിടത്തും എനിക്കറിയത്തില്ല, കേരളത്തിലൊക്കെ ജയിലുകൾ സന്ദർശിച്ച് സുവിശേഷം പറയാൻ അറ്റ്ലീസ്റ്റ് ഇപ്പോഴല്ല, നേരത്തെ തൊട്ടേ ഉണ്ട്, പെർമിഷൻ എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ജയിലിൽ ശരിക്കും കർത്താവിൽ കൂടെ ദൈവവൈതലായി തീർന്ന ഒരു തടവുകാരൻ്റെ അനുഭവം ഒരു ചാപ്ലൈൻ എഴുതിയത് ഞാൻ വായിച്ചോർക്കുന്നു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആ മനുഷ്യൻ അദ്ദേഹത്തെ ഉപദ്രവിച്ച ഒത്തിരി പേരുണ്ട്. ഈ തടവുകാർ ഭയങ്കര പ്രശ്നമാണ്. അവർ തന്നെ ഉപദ്രവമൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഭയങ്കര കൈൻഡായിട്ട് ഇടപെടുകയും, അതുപോലെ ജയിലിലെ ഏറ്റവും ഹാർഡസ്റ്റായിട്ടുള്ള പണിയൊക്കെ അദ്ദേഹം വില്ലിങ്ങിലി ഏറ്റെടുത്ത് ചെയ്യും. അപ്പോൾ ആ ചാപ്ലൈൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാ: ഹീ ഈസ് ദ പേഴ്സൺ ഹൂ എക്സ്പീരിയൻസസ് ട്രൂ ആൻഡ് ഫുള്ളസ്റ്റ് ഫ്രീഡം. യഥാർത്ഥത്തിലുള്ള സമർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇന്ന തടവുകാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജയിലില്ല, ഫിസിക്കലി തടവില്ല. പക്ഷെങ്കിൽ ഈ ചാപ്ലൈൻ പറഞ്ഞ കാര്യം, അദ്ദേഹത്തെ പോലെ സ്വാതന്ത്ര്യമുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. സി, ദിസ് ഈസ് ദ ഫ്രീഡം. ഈ ഫ്രീഡമാണ് ക്രിസ്തുവിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് ആ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഉണ്ടായെങ്കിലേ വിശുദ്ധ ജീവിതം സന്തോഷകരമാകത്തുള്ളൂ. നമുക്കതിനായിട്ട് ഇത് സംഭവിക്കും. നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അതിനെക്കുറിച്ച് പൗലോസ് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശദമാക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്കത് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.